ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പുട്ട് ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതുപോലെ അണ്ടിപ്പരിപ്പ്, അത്തിപ്പഴം, പിന്നെ കോൺഫ്ലെക്സ് നമ്മൾ പുട്ട് ഐസ്ക്രീം ആക്കിയതിന് ശേഷം സൈഡിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെറീസും ബ്ലാക്ക് മുന്തിരി, ഇത്രയാണ് നമ്മളെടുത്തത്. അതുപോലെ സ്ട്രോബെറി ഐസ്ക്രീം, മാംഗോ ഐസ്ക്രീം, വാനില ഐസ്ക്രീം, ഇത്രയാണ് ഞാൻ പുട്ട് ഐസ്ക്രീമിന് വേണ്ടിയിട്ട് എടുത്ത ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇവിടെ ഞാൻ നല്ല തണുത്ത പുട്ടിൻ്റെ കുറ്റിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ചില്ലൊന്നും എടുക്കാണ്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഓർമ്മയില്ലാണ്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തെച്ച് താഴേക്ക് പോവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പിന്നെ ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം നമ്മൾ അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ ഐസ്ക്രീം അല്ലേ, പെട്ടെന്ന് മെൽറ്റാവും. അതുകൊണ്ട് ഇത് ഒന്ന് ഫ്രീസറിൽ നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് മുമ്പേ നമ്മൾ ഈ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് നമ്മുടെ ഈ കുറ്റി തണുത്തതിന് ശേഷം നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ നമ്മൾ ഐസ്ക്രീം പുറത്ത് വെച്ചപ്പോൾ തന്നെ മെൽറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം ഒന്നും മിക്സ് ചെയ്തിട്ടൊന്നുമില്ല, ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ആദ്യം ഞാൻ മാംഗോ ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഐസ്ക്രീം ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഐസ്ക്രീം ആ ഒരു ലെവലിൽ കിട്ടും. ഇനി ഇതിലേക്ക് വീണ്ടും നമ്മൾ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സൈഡിലുള്ള ഐസ്ക്രീമൊക്കെ ഒന്ന് ടിഷ്യൂവിനോട് തുടച്ചെടുക്കണം. എന്നിട്ട് വേണം ഇനി അടുത്ത ഐസ്ക്രീം ഇടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആ ഒരു യെല്ലോ കളറായിരിക്കും ഇനിയിപ്പോൾ കിട്ടുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വാനില ഐസ്ക്രീം ഇട്ടതിന് ശേഷം പിന്നെ നമ്മളതിങ്ങനെ കുത്തിയിട്ട് വരുമ്പോൾ ആ ഒരു ഭംഗി കാണില്ല. അതുകൊണ്ട് നമ്മൾ സൈഡിലുള്ള ഐസ്ക്രീമെല്ലാം ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ഐസ്ക്രീമൊക്കെ ഞാൻ ടിഷ്യൂവിനോട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ തേർഡ് ലെയറായിട്ട് ഞാൻ സ്ട്രോബെറി ഐസ്ക്രീമാണ് ഇട്ടുകൊടുത്തത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പുട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കാം. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാണ്. അപ്പോൾ മാറ്റുമ്പോൾ നമ്മൾ ഇതുപോലെ മെല്ലനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ നമ്മുടെ ഈ ഐസ്ക്രീം നന്നായിട്ട് സെറ്റ് ആവണം കേട്ടോ. എന്നിട്ടേ നമ്മൾ ഈ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാൻ പാടുള്ളൂ. എന്നാലേ നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മെൽറ്റായിട്ട് നോക്കിയാൽ മൊത്തം കുളമാവും. അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ താഴെയുള്ള ചില്ലെടുത്ത് മാറ്റാം. ഇനി നമുക്ക് ബാക്കി വന്ന നട്ട്സും കോൺഫ്ലെക്സും ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗനാഷ് ആക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ആക്കിയിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചത്. അപ്പോൾ കുറച്ച് നല്ല തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ പുട്ട് ഐസ്ക്രീം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്